നമുക്കറിയാം ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം അതിലെ വിഷയം തന്നെയാണ്. ആ സിനിമയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചത് ഷംല ഹംസയ്ക്കാണ്. ഷംല ഹംസ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്തായാലും ഒരു കേന്ദ്ര കഥാപാത്രമായ ആദ്യ ചിത്രമാണ്. രണ്ടാമത്തെ സിനിമയാണെങ്കിൽ പോലും ഇതിൽ മുഴുനീളെ ഷംല തന്നെയാണുള്ളത്. ഫെമിനിച്ചി ഫാത്തിമ അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊരു വേഷം അത് പ്രതീക്ഷിച്ചതാണോ? ഒപ്പം തന്നെ ഇങ്ങനെയൊരു പുരസ്കാരവും പ്രതീക്ഷിച്ചിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ? ഞാൻ പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ നമ്മൾ ഒരു അഭിനേത്രിയായാലും ആരായാലും കലയെ ഇഷ്ടപ്പെടുന്നവർക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബഹുമതിയാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ പ്രതീക്ഷിക്കാനുള്ളൊരു ധൈര്യം എനിക്കുണ്ടായില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണത്. കാരണം ഞാൻ പുതിയ ഒരാളാണ്. പിന്നെ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടും എന്നറിയുന്നുണ്ടായിരുന്നു. ഈ സിനിമേൻ്റെ സ്ക്രിപ്റ്റിലുടനീളം ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കറിയാം ഈ സിനിമ പറയുന്നത് നല്ലൊരു മെസ്സേജാണ്. ആൻഡ് ആസ് എ ക്യാരക്ടർ എനിക്കിതിൽ അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ആഗ്രഹിച്ചിരുന്നു. പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ മീഡിയക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അത് 3:30 ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ലൈവ്. അപ്പോൾ 2:30 തന്നെ എല്ലാവരും എത്തി. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിതെല്ലാം അറിഞ്ഞിട്ടാണോ വന്നത്, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ദൂരെ നിന്നാണ് വരുന്നത്, അപ്പോൾ ലൈവിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റില്ല, അപ്പം നിങ്ങൾ ഫൈനലിസ്റ്റിലുള്ളതല്ലേ അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ടെൻഷനായി, ഇത് ഇല്ലെങ്കിൽ ഇവരെല്ലാവരും പോവില്ലേ, അപ്പോൾ സങ്കടമാവുമോ എന്നുള്ള. പക്ഷേ അവസാനം ആ ഒരു 7 പേരോളം ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പേരിൻ്റെ കൂടെ എൻ്റെ പേരും വന്നപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. പിന്നെ ഇത് അനൗൺസ് ചെയ്തപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. വിശ്വസിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു ആക്ച്വലി. ഇനിയും അപ്പോൾ മികച്ച വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും? തീർച്ചയായിട്ടും പെർഫോം ചെയ്യാനുള്ള മികച്ച വേഷങ്ങൾ വന്ന് എന്തായാലും ഞാൻ സ്വീകരിക്കും. ശരിക്കും ദുബായിൽ സെറ്റിലായിരുന്നല്ലോ അല്ലേ? ഞാൻ ദുബായിലൊരു 11 വർഷമായി ജോലി ഉണ്ടായിരുന്നു ദുബായിൽ. എൻ്റെ മോള് ജനിച്ചതിന് ശേഷം ജോലി റിസൈൻ ചെയ്തിട്ട് ആണ് ഞാൻ ഈ സിനിമ ചെയ്തത്. ആദ്യ സിനിമയുടെ ഓഡിഷൻ ദുബായിൽ വെച്ചിട്ടായിരുന്നു? അതെ 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 അതെ. അതിനുശേഷമാണ് ഫാസിൽ മുഹമ്മദ് ആണോ വിളിക്കുന്നത്? ഇതിൻ്റെ സംവിധായകൻ വിളിച്ചതാണോ? അതെ, ആദ്യ സിനിമ എലൻസ് മീഡിയ, സലീം അഹമ്മദ് സാറിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് സുധീഷ് പിന്നെ അഡ്വക്കേറ്റ് ആഷിഖ്, അവരാണ് 1001 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താമർ KV ആണ് അതിൻ്റെ സംവിധായകൻ. അപ്പം അതിൽ നമുക്കൊരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമയിലേക്ക്. ആൻഡ് ആ സിനിമയിൽ സെലക്ഷൻ കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞ 1 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഈ സിനിമ കിട്ടുന്നത്. പക്ഷെ അവരുടെ ഒരു കൂട്ടായ്മയാണ്. അതായത് ആദ്യത്തെ സിനിമയിലെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു ഫാസിൽ, എൻ്റെ കൂടെ അഭിനയിച്ച ആളാണ് സുധീഷ് സ്കറിയ, ആൻഡ് അതിൻ്റെ ഡയറക്ടർ താമറും കൂടി ചേർന്നാണ് രണ്ടാമത്തെ സിനിമ ഫെമിനിച്ചി ഫാത്തിമ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ തന്നെ ആയിരുന്നു ഈ സിനിമയിലേക്ക് എന്നാണ് പറഞ്ഞത്. ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ളൊരു പേരിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത് എന്ന് ഫാസിൽ മുഹമ്മദ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അതിൻ്റെ ഒരു കാസ്റ്റിങ്ങും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ എങ്ങനെയായിരുന്നു? ഫാസിൽ പറഞ്ഞത് വെച്ച് ഫാസിലിന് ആദ്യം ഈ ഒരു പേരാണ് കിട്ടിയത്, ഫെമിനിച്ചി ഫാത്തിമ എന്ന്. അപ്പോൾ ഫാസിൽ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു, നമ്മുടെ സിനിമേൻ്റെ പേര് ഫെമിനിച്ചി ഫാത്തിമ എന്നാണ്, എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞത് ഫാസിൽ ഇത് ഭയങ്കര ഒരു അടിപൊളി പേരാണ്, കാരണം ഇതിൽ എന്താണെന്ന് അറിയാൻ ആൾക്കാർക്കൊരു ആകാംക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മോൾക്കൊരു 3 മാസം ആയപ്പോഴാണ് ഫാസിൽ ഈ സിനിമേൻ്റെ സ്റ്റോറി നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 6 മാസം ആവട്ടെ, അവൾ ഭക്ഷണം കഴിക്കാനാവട്ടെ, സോളിഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പം എനിക്കൊരു സമാധാനമാണല്ലോ, അപ്പം ചെയ്യാമെന്ന് പറഞ്ഞു. ആ സ്ക്രിപ്റ്റിൻ്റെ ഉടനീളം ഞാൻ ഉണ്ടായിരുന്നു ഡിസ്കഷനിലെല്ലാം. അപ്പം ഫെമിനിച്ചി എന്നുള്ള പേര് അത്ര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആളുകൾ എടുക്കുന്നത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഒരു പുരുഷ കേന്ദ്രീകൃത വിഭാഗം ഇതിനെ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഫെമിനിസ്റ്റ് അത്തരത്തിലൊരു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന സ്ത്രീകളെ തരം താഴ്ത്താൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് ഞാൻ ഫെമിനിസ്റ്റിയാണ് എന്ന് പറയാൻ സ്ത്രീകൾ വളരെ സധൈര്യം മുന്നോട്ട് വന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു പേരിലാണ് സിനിമ ഇറങ്ങിയിട്ടുള്ളത്. സാമൂഹ്യ വിമർശനമാണ് പൊതുവെ ഈ ഒരു സിനിമ മുന്നോട്ട് വെക്കുന്നു അല്ലേ? കമ്മ്യൂണിറ്റിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഒരു മുസ്ലിയാരാണ്, അയാളുടെ ഭാര്യയാണ്, അതിൻ്റെ ഒരു നമുക്ക് മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കിടക്ക വിപ്ലവത്തിലേക്ക് പോയ ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഷംലയുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇതിനകത്തുണ്ടായിരുന്നു? അങ്ങനെ ഒരു ഇല്ലല്ല, ഞാനും ഫാത്തിമയും ആ ഒരു ഫെമിനിച്ചി ഫാത്തിമേൻ്റെ ആ ഒരു എൻവയോൺമെൻറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് അതുമായിട്ടൊരു സിമിലാരിറ്റിയും ഇല്ല. ആൻഡ് ഫാസിലും ഞങ്ങളും എല്ലാവരും പറയുന്നത് ഇതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എടുത്തതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ തുറന്നു കാണിക്കാൻ വേണ്ടി എടുത്തതോ അല്ല.
ഞങ്ങൾക്ക് കൂടുതൽ പരിചയം അല്ലെങ്കിൽ ഫാസിലിന് കൂടുതൽ പരിചയമുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുത്താൽ അത് ഈസി ആയിട്ട് സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റും ഈ ഒരു മെസ്സേജ്. ഇതിപ്പോൾ ഒരു കുടുംബ ബന്ധത്തിൽ മാത്രമല്ല, ഒരു ജോലി സ്ഥലത്തും ഈ ഒരു മേൽക്കോയ്മ നടക്കുന്നുണ്ട്. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ, ചില സമയത്ത് ആണുങ്ങളായിരിക്കും, ചില സമയത്ത് പെണ്ണുങ്ങളായിരിക്കും. നമ്മുടെ ഒരു ലഘുവായ ആവശ്യം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നിഷേധിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിപ്ലവം. അതിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഇത്തരത്തിലുള്ള സിനിമകളെല്ലാം തന്നെ വലിയ സാമൂഹ്യ വിമർശനം ഉന്നയിക്കുമ്പോഴും മതസംഘടനകളും സമുദായ സംഘടനകളൊക്കെ എതിർക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ആ സിനിമയുടെ ഒരു 1-2 യൂട്യൂബ് വീഡിയോകളൊക്കെ പരിശോധിച്ച സമയത്തൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയല്ല, അങ്ങനെ സമുദായത്തിനകത്ത് അങ്ങനെ ആചാരങ്ങളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സിനിമ പ്രവർത്തകരത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ടിരുന്നു. ഈ സിനിമ എടുത്തതിന് ശേഷം അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം ഏതെങ്കിലും ദിക്കിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അവർ പറയുന്നത് ശരിയാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇല്ല. അതാണ് ഫാസിൽ കാണിച്ചത്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ സിനിമയിലും കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. പട്ടി മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഭർത്താവിൻ്റെ ഒരു റോള്, കൃത്യമായ ഒരു പാട്രിയാർക്കൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വീടിനകത്ത് എങ്ങനെയാണ് പുരുഷ കേന്ദ്രീകൃതം എന്നുള്ളത്, അത് മിക്കവാറും നമ്മുടെ വീട്ടകങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. ഈ സിനിമയുടെ ഒരു രാഷ്ട്രീയം പൂർണ്ണമായി ഉൾക്കൊണ്ട ശേഷമാണോ ഇങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് എത്തുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം നോക്കിയത് അതിൻ്റെ സ്ക്രിപ്റ്റാണ്, പിന്നെ അതിൻ്റെ മെസ്സേജ്, പിന്നെ ആസ് എൻ ആക്ടർ എനിക്കതിൽ എന്താണ് ചെയ്യാനുള്ളത്, ഞാനത് ചെയ്താൽ എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്നാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ആസ് എൻ ആക്ടർ ഓഫ് കോഴ്സ് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും എൻ്റെ എല്ലാ ഇമോഷൻസും കൺവേ ചെയ്യാനുണ്ട്. ഇതൊരു ജോലിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അപ്കമിങ് പ്രൊജക്ട്സ് അല്ലേ വേണ്ടത്. ഞാൻ അങ്ങനെയാണ് ഇതിനെ കൺസിഡർ ചെയ്തത്, അല്ലാതെ വേറെ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇതാരെയും വേദനിപ്പിക്കാനോ ഒന്നിനുള്ളൊരു സിനിമയല്ല. സിനിമ കാണാത്തവർ പല അഭിപ്രായങ്ങളും പറയും, അത് ഞാൻ ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല, എൻ്റെ മനസ്സിലേക്ക് എടുക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ബോധവടേ അല്ല. അങ്ങനെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിരുന്നോ? ശരിയായി പറഞ്ഞ പോലെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിരുന്നു, അവരാരും സിനിമ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം അവർ പറയുന്ന കാര്യങ്ങളല്ല ഈ സിനിമയിലുള്ളത്. ഈ സിനിമയിൽ കാണിക്കുന്നത് അനാചാരങ്ങൾ കൊണ്ടാടുന്ന ആളുകളെയാണ് കാണിക്കുന്നത്, അല്ലാതെ ഇതിലെ ഒരു കമ്മ്യൂണിറ്റിയെ അല്ല ഇതിൽ കാണിച്ചത്. അതിന് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഇതാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ ഓരോ മുഹൂർത്തങ്ങളും അങ്ങനെയായിരുന്നു. അതായത് ഷംല യഥാർത്ഥത്തിൽ അതിനകത്ത് ജീവിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അതിൽ ആ കഥാപാത്രവും അത്രത്തോളം അതിനോട് ഇഴുകിച്ചേർന്നുകൊണ്ടുള്ളൊരു അഭിനയം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ. അതിൽ ഓരോ ആ കിടക്ക കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ അത് പിന്നീടൊന്ന് വാങ്ങുന്നതും പിന്നീടുണ്ടായിരുന്ന ഡയലോഗുകളും അതുപോലെ തന്നെ നല്ല നർമ്മവും അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഇതുണ്ട്, ഈ കിടക്ക കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങും എന്ന് പറയുമ്പോൾ ഞാനിത് കണ്ടല്ലോ എന്നിട്ട് എനിക്കെന്താ ഉറക്കം വരാത്തതെന്ന് പറയുന്നത് സുനിലാണ് തോന്നുന്നല്ലേ. സുനിൽ അത് വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കഥാപാത്രത്തിന് ശേഷം ഇത് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊരു സിനിമ ചെയ്തത് എന്തുകൊണ്ടും ശരിയായിരുന്നു, അല്ലെങ്കിൽ ഇനിയും അത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യും എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അയ്യോ, എനിക്ക് ഈ സിനിമ ചെയ്തത് ശരിയല്ല എന്ന് തോന്നിയിട്ടേ ഇല്ല. അപ്പോഴല്ലേ നമുക്കത് ശരിയായിരുന്നു എന്ന് വ്യക്തമാക്കേണ്ട ആവശ്യം. ഈ സിനിമ കൊണ്ട് എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. ആൻഡ് പ്രത്യേകിച്ച് പറയേണ്ടത് ഞങ്ങളുടെ ക്രൂ ആണ്. ഞങ്ങളുടെ ക്രൂവിലെ എല്ലാവരും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ല. സുനിൽ ചേട്ടൻ മാത്രമാണ്, കുമാർ സുനിൽ, അദ്ദേഹം മാത്രമാണ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളവർ. ബാക്കി എല്ലാവരും 1-2 വേഷങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ അവരൊക്കെ അനായാസമായിട്ട് വളരെ അടിപൊളിയായിട്ടാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി കുമാർ ചേട്ടൻ, വിജി വിശ്വനാഥ്, പ്രസീത, മുസ്തഫ സർഗം, JSKയിലെ മെയിൻ വില്ലനാണ് മുസ്തഫ സർഗം. അപ്പം അവരൊക്കെയാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ കൂടി വളരെ നന്നായിട്ട് ചെയ്ത സിനിമയാണ്. ഈ സാമൂഹ്യ വിമർശനങ്ങൾ എല്ലാ കാലങ്ങളിലും മലയാള സിനിമയിലുണ്ടായിരുന്നു. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്തുകൂടി നമ്മൾ കടന്നു പോയതുമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ സിനിമ, ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും സിനിമ ഏതെങ്കിലും മതവിഭാഗത്തിന് അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും രീതിയിലുള്ളൊരു സീക്വൻസ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചന്ദ്രഹാസം ഇളക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മതസംഘടനകളും എല്ലാവരും. എനിക്ക് തോന്നുന്നത് ഈ ഫെമിനിസ്റ്റ് ഫാത്തിമയ്ക്കെതിരെയൊന്നും അത്തരത്തിലുള്ള ഒരു ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചില ആളുകൾ ഇത് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയം, അല്ലെങ്കിൽ ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ മറ്റോ ഉണ്ടാവും എന്നുള്ളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഭയം ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഭയം
ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആസ് എൻ ആക്ടർ ഞാൻ ഇതിൻ്റെ സ്കോപ്പാണ് നോക്കുന്നത്. എൻ്റെ പെർഫോമൻസ്, എനിക്ക് മുന്നോട്ടുള്ള വർക്കുകൾ, അതാണ് നോക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എത്തിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതിൽ നെഗറ്റീവ് മെസ്സേജ് ഒന്നും ആർക്കും പാസ് ചെയ്യുന്നില്ല. ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. അതായത് ഉള്ള കാര്യങ്ങളെ നല്ല ഭംഗിയാക്കി കാണിക്കുകയല്ല. അനാചാരങ്ങളുണ്ട്, അത് തമാശയിലൂടെ കാണിച്ചു. അതാരെയും വിഷമിപ്പിക്കാനൊന്നല്ല കാണിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ എത്രയോ മുന്നേ അവർ തന്നെ മുന്നോട്ട് വന്ന് പറയേണ്ടതായിരുന്നു. അവരാരും പറഞ്ഞില്ല. അപ്പോൾ സിനിമയിലൂടെ ഇതിൻ്റെ ഡയറക്ടർ അത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കാണാക്കിനാവ് പോലുള്ള ചിത്രം കണ്ടിട്ടുണ്ടാവും, ഷംല കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ടി.ആർ. റസാക്കിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. സുബി മലയിൽ ഒരുക്കിയ സിനിമയാണത്. അതൊക്കെ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള സാമുദായിക പ്രശ്നങ്ങൾ, അതായത് രണ്ട് സമുദായത്തിനകത്തുള്ള പ്രശ്നങ്ങൾ, ഒരു കുഞ്ഞിൻ്റെ ഭാവിയായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിനുശേഷം നമുക്കറിയാം ലോഹിദാസിൻ്റെ തന്നെ ആധാരം പോലുള്ള സിനിമ, മുരളി ബാപ്പുട്ടി എന്നുള്ള കഥാപാത്രം ചെയ്തതൊക്കെ, അതൊക്കെ ആ രീതിയിൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അതിനെതിരെ രംഗത്ത് വരാൻ ആളുകൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്ന സിനിമകളായിരുന്നു. പക്ഷേ നമ്മൾ പുതിയ കാലത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിമർശനങ്ങളെ പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത, അത്രത്തോളം അസഹിഷ്ണുതയുള്ള ഒരു വിഭാഗമെങ്കിലും നമ്മളുടെ ആളുകൾക്കിടയിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ സിനിമയ്ക്കെതിരെ അത്തരത്തിലുള്ള, ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ അല്ലെങ്കിൽ പോലും മറ്റ് സിനിമകൾക്കൊക്കെ അത്തരത്തിലുള്ള അസഹിഷ്ണുത ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് വരുന്നതിനെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ അതിന് അധികം കൺസിഡറേഷൻ കൊടുക്കാത്ത ആളാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടത്തേതിനേക്കാളും കുറച്ച് മെച്ചം ഇപ്പോൾ ഉണ്ട്. അതായത് സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഇനിയിപ്പോൾ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, വിമർശിക്കാത്തവർ ആസ്വദിക്കട്ടെ, ആ ഒരു നിലപാടാണ് എല്ലാവർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വിമർശിച്ചവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും, അത് ആസ്വദിക്കുന്നവർ അത് ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. അല്ല, കോൺസെപ്റ്റ് ആസ്വദിക്കുന്നവർ വേറെ രീതിയിൽ അതും ആസ്വദിച്ചുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. പഴയ സിനിമകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പഴയ സിനിമയിൽ നല്ല കഥകളുണ്ട്, നല്ല കഥാപാത്രങ്ങളില്ല എന്ന് നമ്മൾ പറയുന്നില്ല. എങ്കിൽ പോലും പുതിയ കാലത്ത് കുറച്ചുകൂടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുന്ന സിനിമകളുണ്ട്. അത്തരത്തിലുള്ള സിനിമകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ സിനിമയാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു മാധ്യമം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് വിഷ്വലായിട്ട് ഉള്ളൊരു മാധ്യമം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നത് സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ മനുഷ്യരാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കാത്തവർ. ഇനി നല്ല മെസ്സേജുകൾ വന്നാലും നമ്മൾ ജീവിച്ച രീതിയിലൂടെ തന്നെ ജീവിച്ചു പോകാൻ ഇഷ്ടമുള്ളവരാണ് മനുഷ്യരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഈ സിനിമയിലൊരു കഥാപാത്രമാണ് അഷ്റഫ് വളരെ നിഷ്കളങ്കനായ സ്നേഹമുള്ളൊരു ഭർത്താവാണ്. അയാളെ അങ്ങനെ ആക്കിയത് അയാളുടെ മുന്നേ ജീവിച്ചു പോയവരാണ്. അപ്പോൾ അയാൾ ശീലിച്ച ശീലങ്ങളാണ് അതെല്ലാം, അല്ലാതെ അയാളുടെ സ്വഭാവമല്ല. ഉണ്ട്, അയാളുടെ സ്വഭാവമാണ്, അയാൾ കണ്ട് പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ അയാൾ ഭാര്യ ഒരു കാര്യം ചെയ്ത് മുന്നേറുമ്പം അയാളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ ഓർമ്മയുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീധനം, പണ്ടത്തെ സിനിമ. പിന്നെ നമ്മൾ കളിയാക്കിയിരുന്ന സിനിമയാണ് കളിവീട് എന്ന സിനിമയിൽ കഥാപാത്രങ്ങൾ പണ്ട് കളിയാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ പറയുന്നത് അതെ, അങ്ങനെയാണ് ആ സ്ത്രീ സംസാരിക്കേണ്ടത് അവരുടെ ഭർത്താവിനോട്. അത് പണ്ട് നമ്മൾക്ക്, ഇൻക്ലൂഡിങ് ഞാൻ, അവരെന്ത് അഹങ്കാരിയാണ് എന്ന് പറഞ്ഞതാണ് പണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ശരിക്കും അവരുടെ ആവശ്യങ്ങളാണ് അന്ന് ഉന്നയിച്ചിരുന്നത്. ഒരു സ്പേസ്, പലപ്പോഴും സ്ത്രീകൾക്കൊരു വിഷയം ഉന്നയിക്കാനും അല്ലെങ്കിൽ കുടുംബത്തിലൊരു കാര്യം പറയാനുമുള്ള സ്പേസ് ലഭിച്ചിട്ടൊക്കെ വളരെ കുറച്ച് കാലം. അപ്പോൾ അതിന് വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. അത് വിപ്ലവകരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്താണ് ഇങ്ങനത്തെ സിനിമ ഇറങ്ങുകയും ചെയ്യുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുറേ കൂടി വൈഡാണ്. പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇപ്പോഴും കുറച്ച് ആൾക്കാരെങ്കിലും ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. അത് നല്ല വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഈ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് എന്ന് തോന്നുമ്പോൾ ഒരു അത്ഭുതമാണ്. എന്താണ് അങ്ങനെ ഇപ്പോഴും എന്നുള്ളത്. ഷംലയുടെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? തൃത്താലയല്ലേ വീട്? തൃത്താലയായിരുന്നു. ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചത്. പിന്നെ എനിക്കൊരു 4 വയസ്സായപ്പോൾ ഞങ്ങൾ വേറെ വീട് വെച്ച് താമസിച്ചു. നല്ലൊരു ഹാപ്പി കുട്ടിക്കാലമാണ്. എല്ലാവരുടെയും കൂടെ കളിച്ച് വളർന്നു. എൻ്റെ ഉപ്പാൻ്റെ ഓർമ്മകളാണ് കൂടുതൽ എനിക്ക് ഉള്ളത്. കാരണം ആൾ പ്രവാസിയായിരുന്നു. ആൾ വരുമ്പോൾ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആഘോഷമാണ്. അപ്പോൾ പാട്ടൊക്കെ നന്നായി പാടും. അപ്പം അങ്ങനെ അതൊക്കെ ചെറുപ്പത്തിലെ നല്ല ഓർമ്മകളാണ്. സ്കൂൾ വിദ്യാഭ്യാസം തൃത്താലയിൽ തന്നെയാണ്. ആ ഒരു സമയത്ത് തന്നെ കലയോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? ഒപ്പനയ്ക്ക് പാട്ട് പാടുക, അല്ലെങ്കിൽ ഒപ്പന കളിക്കുക, അറബിക് പദ്യം, ഹിന്ദി പദ്യം, അതൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ സ്റ്റേറ്റ് ലെവലിലൊക്കെ ഒപ്പന പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ. പാട്ടൊക്കെ എങ്ങനെയാണ്? ഏത് ടൈപ്പ് പാട്ടുകളാണ് ഇഷ്ടം?
പാട്ട് ഹിന്ദി പാടിയിരുന്നു. അതിനെ കുറേ കാലം പാടാതെ ആയി. പിന്നെ ലിറിക്സ് എഴുതാറുണ്ട്. ഞാൻ എൻ്റെ തന്നെ ഒരു ചാനലിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് യൂട്യൂബ് ചാനലുണ്ട്. അത് ആളുകളെ കൊണ്ട് പാടിപ്പിച്ചിട്ട് എൻ്റെ 2 പാട്ട് സിത്താര ചേച്ചി പാടിയിട്ടുണ്ട്. കൈകോർത്തു പോവുമ്പോൾ കഥ പോലെ പറയാൻ ഒരു പാടുതെല്ലൊന്നു നോക്കി ഞാൻ, മനസ്സിൻ്റെ വാതിൽക്കലോർത്തോർത്തിരുന്ന് മിഴിവാർന്നുറങ്ങിയിട്ടുണ്ട് ഞാൻ. ഇനിയുണ്ട് കാലം, ഒത്തിരിയുണ്ട് നേരം, പറയാത്തതൊക്കെ പറഞ്ഞങ്ങു പോകാം. ഇനിയുണ്ട് കാലം, ഒത്തിരിയുണ്ട് നേരം, പറയാത്തതൊക്കെ പറഞ്ഞങ്ങു പോകാം. ഇനി എന്നാണ്. ഈ പഴയ കത്തുപാട്ടുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതിൻ്റെ ഒരു സ്റ്റൈലല്ലേ ഇത്? അതെ അതെ അതെ. കത്തുപാട്ടുകൾ പഴയ മാപ്പിളപ്പാട്ടിന്റെ ഭാഗമായിട്ട് വരുമായിരുന്നു. മലബാറിലൊക്കെ വലിയ രീതിയിൽ അത്ര പോപ്പുലറാണ്. അതായത് ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഭാര്യ ഇവിടെ നിന്നിട്ട് കത്തെഴുതുകയാണ് പാട്ടിന്റെ. എനിക്ക് അതേപോലെ ആ ഒരു മൂഡ് തോന്നി. ആ പാട്ടിന് അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ട്. ഈ എഴുതിയിരിക്കുന്ന പാട്ടുകളൊക്കെ അങ്ങനത്തെ ആ ഒരു ഇതിൽ തന്നെയാണോ? ഞാൻ ഈ പാട്ടുകളെല്ലാം ഞാൻ ലിറിക്സ് എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്യുന്നതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും അറിയുന്നവർ അവർ ട്യൂൺ തരും, എന്നിട്ട് അതിന് ലിറിക്സ് എഴുതാൻ പറയും. അപ്പം ഇതേപോലെ ആയിരിക്കില്ല, ട്യൂൺ വ്യത്യാസം ഉണ്ടാവും. ഈ സിനിമയിൽ ഇങ്ങനെ ചാൻസ് വന്ന സമയത്ത് വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു, ഭർത്താവും അതുപോലെ തന്നെ മാതാപിതാക്കളൊക്കെ ആയിട്ട് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഞാൻ ഈ സിനിമേൻ്റെ വന്നപ്പോൾ ആദ്യം സംസാരിച്ചത് ഹസ്ബൻഡിനോടാണ്. അപ്പോൾ ഹി വാസ് ലൈക്ക് ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുകയാണെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഉപ്പയ്ക്ക് ഓൾറെഡി കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. എൻ്റെ ഉപ്പ പഴയൊരു നാടക നടനാണ്. ഹംസ തൃത്താലാണ് എന്നാണ് പേര്. കലാലയം സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ പണ്ടൊരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പ്രവാസിയാവാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി ഉപ്പ കലാപര ജീവിതങ്ങളൊക്കെ ഉപേക്ഷിച്ചിരുന്നു. പക്ഷെ ഉപ്പേൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ ഞാൻ അച്ചീവ് ചെയ്തത് ഉപ്പേൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ ഉപ്പ നല്ല ഹാപ്പിയാണ്. നടനാരാണ് ഇഷ്ടമുള്ള നടൻ? കലാലേട്ടൻ. 2 പേരും ഇഷ്ടമാണ്. നടിയോ? നടി ഉർവശി ചേച്ചിനെയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ മഞ്ജു വാര്യർ, പാർവതി തിരുവോത്ത്, ശോഭന മാം. കൂടുതൽ പാട്ടുകളുള്ള സിനിമ ആണോ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നത്? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ചില സിനിമകൾ കാണാൻ ഭയങ്കര അതിൻ്റെ സ്റ്റോറി എങ്ങനെയാണെന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ സങ്കടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ കുറേ പടങ്ങൾ കാണാതെ വെച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു പാട്ടെന്ന് പറഞ്ഞാൽ സിനിമ പോലെ തന്നെ പാട്ടിൻ്റെ സ്വഭാവം മാറുന്നത് ആസ്വാദകരുടെ സ്വഭാവം മാറുമ്പോഴാണല്ലോ. പക്ഷേ ഇപ്പോഴത്തെ പാട്ടുകളെല്ലാം എനിക്കിഷ്ടമാണ്. ആദ്യം കണ്ട സിനിമ ഓർക്കുന്നുണ്ടോ? പഴയൊരു സിനിമ കണ്ടത് ബാബുമോൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി സിനിമ കാണാൻ തുടങ്ങിയത് എപ്പോഴാണ്? അത് കോളേജിൽ പഠിക്കുമ്പോൾ ടൂറിനൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. സമ്മർ ഇൻ ബത്ലഹേം തിയേറ്ററിൽ കണ്ടതാണ്. കുടുംബത്തെക്കുറിച്ച്? ഇപ്പോൾ നാട്ടിൽ എൻ്റെ ഉമ്മ ഉപ്പ പിന്നെ എൻ്റെ അനിയനുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ്. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ മേലാറ്റൂരാണ്. ഒരു മോളുണ്ട്. ഇനി ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വേഷമാണ് വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ വേണ്ടത് എന്ന്. ഇപ്പം അധികം സിനിമകളൊന്നും ആയിട്ടില്ല, 2 സിനിമയേ ആയിട്ടുള്ളൂ. അതിൽ ഒരു കേന്ദ്ര കഥാപാത്രമായ ഒരു സിനിമയേ ആയിട്ടുള്ളൂ. എന്നാലും ആഗ്രഹിക്കുന്നൊരു വേഷം ഏതായിരിക്കും? അങ്ങനെയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ. നമുക്കതാണല്ലോ വേണ്ടത്. സിനിമയിൽ കാണുമ്പം ആളുകൾ കാണുമ്പോൾ നമ്മൾ ചെയ്തത് നന്നായിരുന്നു എന്ന് പറയല്ലേ വേണ്ട. അപ്പോൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ. അതുപോലെ പിന്നെ തമാശ പടങ്ങൾ. എനിക്ക് കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് അങ്ങനെ ഒരു റോള് കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന്. ഒരുപാട് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ആളാണോ? ഒരുപാട് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ്. എന്നിപ്പോൾ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്കെൻ്റെ 10ാം ക്ലാസ്സിലെ സുഹൃത്തുക്കളും +1 +2 എഞ്ചിനീയറിംഗ് എല്ലാവരുമായിട്ടും ഞാൻ ടച്ച് ഉണ്ട്. പക്ഷേ എല്ലാവരും വീണ്ടും ഒരുപാട് പേര് വന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും കുറച്ച് പേരോട് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് അവളുടെ പഴയ സൗഹൃദം ഒന്നും കൂടെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. പുതിയ ഗ്രൂപ്പുകളൊക്കെ വന്നു. ഏതായാലും അമൃത TV-ക്ക് വേണ്ടി ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ, ഒരുപാട് നല്ല വേഷങ്ങൾ ഷംലയ്ക്ക് ലഭിക്കട്ടെ. ഒപ്പം തന്നെ ഒരുപാട് പുരസ്കാരങ്ങളും ഇതുപോലെ ഈ പടി കയറി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. തൂ തോ നഹീ ഹൈ ലേകിൻ തേരി മുസ്കുരാഹट है चेहरा कहीं नहीं है पर तेरी आहट है
तू है कहाँ कहाँ है, तेरा निशा कहाँ है, मेरा जहाँ कहाँ है, मैं अधूरा तू अधूरी जी